ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ 2 അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് 2 കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നിഹാൽ സുധീഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിപിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമാണ്. ആദ്യം നമുക്ക് നിഹാൽ സുധീഷുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് ആണ് നോക്കാം. എന്തായാലും നിഹാൽ സുധീഷിനെ ലോണിൽ പഞ്ചാബ് എഫ്സിലേക്ക് വിടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പഞ്ചാബ് എഫ്സിയും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ധാരണയിൽ എത്തിയെന്നും അറിഞ്ഞു കേൾക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്കറിയാം റൈറ്റ് വിങ്ങിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇതുവരെ ഒരു വലിയ സൈനിങ്സ് ഒന്നും നടത്തിയിട്ടില്ല. സോ നിഹാൽ സുധീഷിനെ വിട്ടുകൊടുത്തത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വിട്ടുകൊടുക്കുമെന്നാണ് കേൾക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വിപിൻ മോഹനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റാണ്. നമുക്കറിയാൻ സാധിക്കുന്നത് വിപിൻ മോഹൻ്റെ കോൺട്രാക്റ്റ് ഒരു 2024 അവസാനിക്കുകയാണെന്നാണ്. എന്തായാലും ആ ഒരു കോൺട്രാക്റ്റ് ബ്ലാസ്റ്റേഴ്സ് റിന്യൂ ചെയ്യാൻ പോവുകയാണെന്ന് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുവരെ റിന്യൂവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല. പക്ഷേ ഇപ്പോൾ റിന്യൂ ചെയ്യുകയാണ്. 2027 അതിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. സോ വിപിൻ മോഹൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ജിക്സർ സിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. ജിക്സർ സിംഗിനെ വിൽക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. പക്ഷേ ഭയങ്കര വലിയൊരു തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിക്കുന്നത്. അതായത് ജിക്സർ സിംഗിന് വേണ്ടി ഭയങ്കര വലിയൊരു തുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അത്രയും വലിയ തുകയ്ക്ക് ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ജിക്സണും വിപിനും ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.